back to my Thanos vlogന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ അറിയാൻ വിളിച്ചാറ് ഇന്നത്തെ വെറൈറ്റി വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ അറിയാൻ പോകുന്ന വെച്ചാലേ ഒരു ട്രിപ്പായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇപ്പൊ സമയം 1 മണിയായിട്ടുണ്ട്. അപ്പൊ നമ്മൾ രാവിലെ നമ്മളൊന്ന് അനാഷാന്റെ വീട്ടിലേക്ക് പോയിട്ടോ. അപ്പൊ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും വിചാരിക്കുന്നു, വീഡിയോ കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ അനാഷാന്റെ വീട്ടിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്തു വെച്ചാൽ ഫ്രെയിമൊക്കെ കൊടുത്ത് അപ്പം നമ്മൾ ഫ്രെയിം പറഞ്ഞാൽ നമ്മളെ അനാസാൻ്റെ ഫോട്ടോ ഒക്കെ ആക്കി ഞാൻ ഫ്രെയിം ആക്കിയാണ്. ആ ഫ്രെയിമിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് ഞാൻ ഉണ്ടാക്കിയ ഫ്രെയിം കേട്ടോ. അപ്പോൾ അനാസാൻ്റെ വീട്ടിൽ പോയിട്ട് ഞാൻ ഫ്രെയിമൊക്കെ കൊടുത്തു ഗൈസ്. ആ വീഡിയോ കണ്ടിട്ട് വിചാരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ശേഷം നമ്മൾ അനാസാൻ്റെ വീട്ടിൽ പോയിട്ട് ശേഷമാണ് നമ്മൾ നേരെ നമ്മൾ വയനാട്ടിലേക്ക് വിട്ടിട്ടോ. വയനാട്ടിൽ എത്തില്ല, കർണാടകയിലാണ് ഉള്ളത്. കർണാടകയിൽ നമ്മൾ കാട്ട് ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഇവിടെ ആന, മാന്, കുരങ്ങന്മാരുണ്ടല്ലേ അല്ലേ തനപ്പിയെ? അമ്മ അനാസാനെ വിട്ടു പോയിട്ട് എന്തായി തനപ്പിയെ? ഞങ്ങൾ കണ്ടില്ല. അപ്പൊ അവിടെ ഒരു പട്ടി ഉണ്ടായിരുന്നു കേട്ടോ. പേടിച്ചിന് ഞങ്ങൾ പട്ടിനെ. അപ്പൊ ഇങ്ങനെ തന്നെ വിൽക്കാൻ പോയില്ലേ അല്ലേ? അപ്പൊ ഈ പാട്ട് പാടിയാ? ചിറമുഞ്ചി പാട്ട് പാടിയാ? ചിറപുഞ്ചി മഴയത്ത് അപ്പോൾ നമ്മൾ നേരെ വയനാട്ടിലേക്ക് പോവാണ്. അപ്പോൾ നമ്മൾ കുറച്ച് വെയിറ്റ് ആയി പോയി. കുറേ കാലമായി നമ്മൾ വീഡിയോ ചെയ്തിട്ട് എന്താ സമയമില്ലാത്തതുകൊണ്ടാണ് വീഡിയോ ചെയ്യാൻ കണ്ടന്റ് കിട്ടാത്തതുകൊണ്ടാണ് വീഡിയോ ചെയ്യാത്തത്. എന്താ വീഡിയോ ചെയ്യേണ്ടത് കണ്ടന്റ് ചെയ്യാനായിട്ടാണ്, വീഡിയോ എടുക്കാൻ ആളില്ലാത്തതുകൊണ്ടാണ് എന്താ കണ്ടന്റ് കണ്ടേ. അപ്പോൾ ഞാൻ വ്ലോഗ് ചെയ്യാത്തതുകൊണ്ട് കുറച്ച് എക്സ്പീരിയൻസ് പോയി, അതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ നല്ല വീഡിയോസ് ആയിരിക്കും വരിക. അപ്പോൾ എല്ലാവരും കാട്ടിൽ നിന്ന് എല്ലാവരും ഉണ്ടാവണമെന്ന് വിചാരിക്കുന്നു. നമ്മൾ എല്ലാവരും അനാസാനെ കാണാൻ പോയി. ഇനി പക്ഷേ അനാസാനെ കാണാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഏതായാലും നമ്മൾ ഫ്രെയിം ഉണ്ടാക്കി കൊടുത്തു. അത് ഞാൻ ഉണ്ടാക്കി കൊടുത്തതാണ്. ഞാനൊരു ക്രാഫ്റ്റ് ഡിസൈനിങ് കൂടിയാണ്. ക്രാഫ്റ്റ് ഡിസൈനിങ്, ഫോട്ടോ എഡിറ്റിങ് ചെയ്യുന്ന ഒരാളാണ് അല്ലേ? ആയ ഫാത്തിമ ഇവിടെ? ആയ ഫാത്തിമ, ഇച്ച ഫാത്തിമ, ആയ ഫാത്തിമ, ലസ ഫാത്തിമ, ഇന ഫാത്തിമ, എല്ലാവരും ഇങ്ങോട്ട് വാ. നമ്മൾ വൈകുന്നേരത്തേക്ക് പോകല്ലേ? എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാ, ലൈക്ക് അടിക്കാ, ഷെയർ ചെയ്യാ, ഫോൺ പൊട്ടിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കണം. കർണാടക, അപ്പൊ ഗൈസ് നമ്മൾ നേരെ വയനാട്ടിൽ പോവാണ്. അപ്പൊ നല്ല മഴ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് വീഡിയോ ചെയ്യാൻ കഴിയുമെങ്കിൽ അത്ര ഉറപ്പൊന്നുമില്ല. എല്ലാവരും സബ്സ്ക്രൈബ്. ഓക്കെ. അപ്പോൾ നമ്മൾ വയനാട്ടിലേക്ക് പോവാണ്. അപ്പം സമയം 1 മണിയായി. വെള്ളിയാഴ്ചയാണ്. നമ്മൾ പള്ളി നിസ്കരിച്ച് കഴിഞ്ഞ് പോകണത്തുള്ളൂ. അപ്പോൾ സമയം ഇവിടെ മനോഹരമായ കാഴ്ചയാണ് ഇവിടെ കാണുകൊണ്ടിരിക്കുന്നത് അല്ലേ? നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. നല്ല മനോഹരമായ കാഴ്ചയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. മരങ്ങളും കൃഷികളും ഉണ്ട്, ഇവിടെ എല്ലാം ഉണ്ട്. നമ്മൾ നേരെ പോകാൻ പോകുന്നത് വയനാട്ടിലേക്കാണ്. നമ്മൾ പോകാൻ പോകുന്നത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നന്നായി കാഴ്ചയാണ് ഇവിടെ കാണാൻ പോകുന്നത്. മൃഗതീവുണ്ട്, കൃഷിയുണ്ട്, മാനുണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. മൃഗങ്ങളൊക്കെ ഉണ്ട്. മനോഹരമായ കാഴ്ചയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. മാനാണ് മക്കളെ, മാന് തിയർ അല്ലേ? തിയറാണ്. വെൽക്കം ബാക്ക് ടു മൈ തനൂസ് വ്ലോഗ്. വാവ്, എന്ത് ലക്ഷണമായി ഇവിടെ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞോളി മക്കളെ. മൃഗത്തിയും മായയും ഉണ്ട്. മായ നല്ല മായ കേട്ടോ ഗൈസ്. നിങ്ങൾ നാട്ടിൽ മായ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്താ പറയാ, എല്ലാരും
ഹലോ ഗായ്സ്, നമ്മൾ വയനാട്ടിലെത്തിയില്ലേ? വയനാട്ടിലെത്തിയില്ല, കാസർഗോഡ്. കാസർഗോഡ്. നമ്മളെ കർണാടക. തരുമ്പോ പോവാ, ഞാനിപ്പോ രക്ഷയില്ല. വൈ ബ്ലോക്കാക്കി. മക്കളെ വൈ ബ്ലോക്കാക്കി. ഗ്ലാസ് കുടിച്ചാളെ നല്ലിട്ട് കുത്തിക്കളും. വൈ ബ്ലോക്കാക്കി. യെസ്, വൈ ബ്ലോക്കാക്കി ഗൈസ്. വൈ ബ്ലോക്കാക്കി. ഗൈസ് വൈ ബ്ലോക്കാക്കി. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ കാഴ്ച കാണിക്കൊണ്ടിരിക്കാം. നല്ല കാറ്റുണ്ട് ഗൈസ്. ഇത് നമ്മളെ ഹോളി ഫേവറാണ്. ഇപ്പോൾ ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലമാണ് അല്ലേ ഗൈസ്? ഹോളി ഫേവറാണ് ഗൈസ്, കണ്ടില്ലേ? സൺഫ്ലവർ. ഇന്ന ഫാത്തിമ കമോൺ, നമ്മൾ ഈ സ്ഥലത്തിനെ കുറിച്ച് എന്താ പറയാനല്ലേ? നല്ല അടിപൊളി സ്ഥലം, പക്ഷെ നല്ല വെയിലാണെന്നുള്ളൂ. നല്ല വെയിലാണ്. തനാഹത ബസ്സു എന്താ പറയാനല്ലേ? പറയൂ. കുറച്ച് ദൂരത്ത് നിൽക്ക് കാണില്ല. കുറച്ച് ദൂരത്ത് പോയി കുറച്ച് ദൂരം പറയും. ഇന്ന് ഞാന് ഹനാശക്കാക്കൂന്റെ വീട്ടിലേക്ക് പോയി. എന്നിട്ട് ഞാന് ഹനാശക്കാക്കൂനെ കണ്ടില്ല, സങ്കടായി. കൊറേ സങ്കടായി അല്ലേ? പിന്നെ ഞങ്ങള് നേരെ വയനാട്ടിലേക്ക് വന്നു. അപ്പൊ സന്തോഷായില്ലേ? പിന്നെ നമ്മൾ അനാസാനൊക്കെ നമ്മൾ ഗിഫ്റ്റ് കൊടുത്തില്ലേ? അപ്പൊ അനാസാന ഇല്ലാതുകൊണ്ട് നമ്മൾ വീട്ടിൽ കൊടുത്തില്ലേ? അപ്പൊ സന്തോഷമായില്ലേ? ആ ഫോട്ടോ സമ്മാനം ആരെ ഉണ്ടാക്കിയത്? തനും കാക്ക ഉണ്ടാക്കിയതാണല്ലേ? അപ്പൊ ഞാനൊരു ഗ്രാഫിക് ഡിസൈൻ കൂടെ ആണല്ലേ? ഫോട്ടോ ഇരുത്തിങ് വലിയൊരു ആളാണ് ഞാൻ, വലിയ ഇരുത്തറാണല്ലേ? നമുക്ക് ഇവിടെ താങ്ക്സ് വെച്ചാലോ നമുക്ക്. അപ്പൊ ഗൈസ്, ഇവിടെ ബ്യൂട്ടിഫുൾ കാഴ്ചയാണ് ഇവർ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൈസ്. കണ്ടില്ലേ ഗൈസ്? ഇതാണ് നമ്മുടെ മക്കളെ, അടിപൊളി കാഴ്ചയാണ് അവർ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൈസ്. കൂടെ പറഞ്ഞു പോകും എന്റെ പച്ചോടെ. കൂടെ പറഞ്ഞു പോവാ ഗൈസ്, കൂടെ പറഞ്ഞു പോവാ. പിടിച്ചോളാം ഗൈസ്, പിടിച്ചോളാം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ തനൂസ് വ്ലോഗ്. അങ്ങനെ ഗൈസ്, അങ്ങനെ വയനാട്ടിലെത്തി. നമ്മൾ വയനാട്ടിലെ പോലുള്ളത് വയനാട്ടിലാണ്. പിന്നെ നമുക്ക് ഇങ്ങനെ വയനാട്ടിൽ ചുള്ളിൽ ഇറങ്ങാൻ പോവാണ്. നമുക്ക് കോഴിക്കോടേക്ക് ഇങ്ങനെ ഇറങ്ങാൻ പോവാണ്. ഇനി അങ്ങനെ നാട്ടിലേക്ക് ഇങ്ങനെ പോവാണല്ലേ? നമ്മളിങ്ങനെ നാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഏതായാലും ഇങ്ങനെ. അപ്പം നമ്മളിങ്ങനെ കർണാടകയൊക്കെ പോയിട്ട് ഇങ്ങനെ പൊണ്ടോട്ട സെറ്റൊക്കെ പോയി. അപ്പം നമ്മൾ വയനാട്ടിൽ പോകാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. രാവിലെ അനാസാൻ്റെ വീട്ടിലേക്ക് പോയി. ഇനി അനാസാൻ്റെ വീട്ടിലേക്ക് പോയിട്ട് അനാസാനെ കാണാൻ കഴിഞ്ഞില്ല. ഒരു ദുബായിക്ക് പോയതാണ്. ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് വരുള്ളൂ ആണ് പറഞ്ഞത്. അപ്പോൾ കാണാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല, പ്രശ്നമില്ല. ഒരു തിരക്കിലായതുകൊണ്ടാണ്. പിന്നെ ആ വീട്ടിൽ ആരുമില്ല. അതുകൊണ്ട് ഞാൻ എഴുതുന്നത് വെച്ചാൽ ഞാൻ എൻ്റെ എഴുതുന്നത് വെച്ചാൽ ഞാൻ ഉണ്ടാക്കിയ ഫ്രെയിം കൊട്ടിട്ടുണ്ടല്ലേ? കൊട്ടിട്ടില്ലേ ഗൈസ്? തന്നാപ്പില ഇന്ന ഫാത്തിമ എന്താ പറയല്ലേ? ഒന്നും പറയാനില്ലല്ലോ. എന്നാ പറയൂ. ഒന്നും പറയാനില്ല. എന്തുകൊണ്ട് പറയാൻ കഴിയ? എന്ത് പറയൂ? എന്തെങ്കിലും പറയൂ. അപ്പൊ ഗൈസ്, എന്താ തന്നാപ്പിയേ? എന്റെ വ്ലോഗ് ഒരിക്കലും മാറ്റം കാണിക്കാനില്ല. അങ്ങനെ തരൂല. ഞാൻ വ്ലോഗ് എടുക്കുമ്പോ വ്ലോഗ് നിർത്താൻ പോവാണ്. ഓര് പറയാ ഞാൻ വ്ലോഗ് നിർത്തുക. എന്തേ എന്തൊക്കെയാണ്? എല്ലാവർക്കും സുഖാണോ? സുഖല്ലേ? അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി അപ്പൊ ഗൈസ്, ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ. എല്ലാവർക്കും സുഖാണോ? അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി നമ്മൾ വയനാട്ടിലെത്തി. നമ്മൾ വയനാട്ടിലേക്ക് നമ്മൾ എൻ്റെ നാട്ടിലേക്കാണ് പോകാൻ പോകുന്നത് ഗൈസ്. നമ്മൾ നേരെ
നാട്ടിലേക്കാണ് പോകാൻ പോണത്. അപ്പോൾ നമ്മളിങ്ങനെ വയനാട്ടിലെത്തി. വയനാട്ടിലെത്തി നമ്മൾ ചുള്ളിൽ ഇറക്കാൻ പോവാണ്. അതാണ് നമുക്ക് നേരെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ പറയേണ്ടത് എനിക്കിപ്പോൾ അറിയില്ല. കാരണം എന്ന് വെച്ചാൽ ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ല. സോ ഏതായാലും നമ്മളൊന്ന് ലാവിലൊന്ന് നമ്മൾ അനാസാൻ്റെ വീട്ടിലേക്ക് പോയി പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ നേരെ അനാസാൻ്റെ വീട്ടിൽ പോയിട്ട് നമ്മൾ അനാസാനെ കാണാൻ പറ്റില്ല. സങ്കടമൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല. അപ്പം എല്ലാവരും ഉണ്ട് കേട്ടോ അല്ലേ. അപ്പോൾ നമ്മൾ ഞാനൊരു ഫ്രെയിം കൊട്ടിനി, ഫോട്ടോ ഫ്രെയിം ഉണ്ടാക്കി കൊട്ടിനി. അപ്പം അനാസാന് വരാൻ 2 ആഴ്ച കഴിഞ്ഞേ വരുള്ളൂ ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ദുബായിലാണ് ഉള്ളത്. അവിടെ പരിപാടി ഉണ്ട്. അപ്പോൾ ഗൈസ് അങ്ങനെ വയനാട്ടിൽ ഇറങ്ങാം കേട്ടോ. നമ്മൾ വയനാട്ടിൽ ചുള്ളിൻ്റെ അടുത്തി. ബൃഹതിമായ കാഴ്ചയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അടിപൊളി കാഴ്ചയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് വയനാട്ടാണ്, വയനാട്ട് മലയിലാണ് അല്ലേ ഗൈസ്. അടിപൊളി കാഴ്ചയാണ്, അടിപൊളിയാണ്. എല്ലാവരും കണ്ടു നോക്കൂ. അടിപൊളി മരങ്ങളാണ്, കാഴ്ചകളാണ്, നല്ല മരങ്ങളാണ്. ഇവിടെ ഫുള്ള് കാടും മരങ്ങളുമാണ്. അടിപൊളിയാണ്. കുറേ ആൾക്കാരെ പോകുന്നുണ്ട്. ഹലോ ഗൈസ്, എന്താണ് പറയൂ, എന്താണ് തന്നാപ്പിയെ? തന്നാപ്പി പാട്ട് പറയാ. ഞാൻ പാട്ട് പാടത്തെ. ഞാൻ പുതിയൊരു പാട്ടുണ്ടാക്കിന്. 2ാമത്തെ പാട്ട് പുതിയൊരു പാട്ട്, പുതിയ പാട്ട്. അപ്പോൾ ഗൈസ് നമ്മൾ പുതിയ പാട്ട് 1ാമത്തെ പാട്ട് റിലീസ് ചെയ്യാൻ പോവാണ്. അതേപോലെ 2ാമത്തെ പാട്ട് ഞാൻ പാടി ഉണ്ടാക്കി കഴിയാനായിട്ടോ. ഏത് പാട്ടിന് പാട്ടിന് വേണ്ട? കൽപ്പിലാക്കുമേ. അപ്പൊ ഗൈസ് ഞാനൊരു പുതിയ പാട്ടുണ്ടാക്കിന്. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യില്ലേ? പുതിയ പാട്ടുണ്ടാക്കിന്. നീ 2ാമത്തെ പാട്ടുണ്ടാക്കിന്. 1ാമത്തെ പാട്ട് പാടി യൂട്യൂബിൽ എടുത്തിട്ടില്ല, അതും ചെയ്യണം. അപ്പം നിങ്ങളെ സപ്പോർട്ട് എന്തേ ആവുള്ളൂ. കുറച്ച് സമയം എടുക്കുക, പാടാനൊക്കെ സമയം എടുക്കും. അതേപോലെ തന്നെ 2ാമത്തെ പാട്ട് ഉണ്ടാക്കി കഴിഞ്ഞില്ല, ഒന്നും കൂടി സെറ്റാക്കാനുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളെ സപ്പോർട്ട് ഉറപ്പായിട്ട് വേണം. അപ്പം നമ്മൾ വയനാട്ടിൽ എത്തി. നമ്മൾ കോഴിക്കോട് ഇറങ്ങാൻ പോവാണ്. അത് ഇത്ര കണ്ടന്റ് വീഡിയോ ആയിട്ട് വരില്ല. അത് ഇങ്ങനെ അത്ര കിട്ടിക്കാച്ചി വീഡിയോ ചെയ്തതാണ്. ഇപ്പം ഇങ്ങനെ സമയം ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ വീഡിയോ ചെയ്യാത്തത്. സമയം ഇല്ല ഇനി. അപ്പോൾ ഒരു മാസമായി വീഡിയോ ചെയ്തത്. ഒരു 4 ആഴ്ച ഞാൻ വീഡിയോ ചെയ്തത്. അത് സമയം ഇല്ലാത്തത് കൊണ്ടാട്ടോ വീഡിയോ ചെയ്യട്ടെ. അപ്പോൾ ഏതായാലും നമ്മൾ വയനാട്ടിലെത്തി. നമ്മൾ ഇറങ്ങാൻ പോവാണ്. കോഴിക്കോടേക്ക് പോവാണ്. എൻ്റെ നാട്ടിലേക്ക് പോവാണ് ഇൻഷാ അല്ലാ. ഓക്കെ ഗൈസ്, ഓക്കെ ഗൈസ്. പാട് 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 പാട്. ആര് പറയുന്നേ? അതാരാ? ആരാണ്? ലഷ ഫാത്തിമ. ലഷ ഫാത്തിമ ആരാണ്? ഇച്ചു ഫാത്തിമ ആരാണ്? അതാണ്. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഇര ഫാത്തിമ, എന്താണ് സുഖാണോ? എന്താണ് ഈ ടൂറിനെ പറ്റി പറയാനുള്ളത്? എന്താ അടിപൊളി ടൂറ് പറയൂ. നമ്മൾ നാട്ടിലേക്ക് കളവ് പറയാ. ഈ എത്താം ക്ലാസ്സിലാ? 1ാം ക്ലാസ്സിലാ? ഞാൻ 3ാം ക്ലാസ്സിൽ അറിയാ. ഞാൻ ഡിഗ്രി സെക്കൻഡറി സൈക്കോളജി.
ഒന്നാം ക്ലാസ്സിലല്ലാത്ത എത്രയിലാണ്? 10-ല്. 10ാം ക്ലാസ് കഴിഞ്ഞ് ഞാൻ സിക്ക് +1 പഠിക്കണേ. +1. ഓക്കെ, ഞാൻ 10 +1 പഠിക്കണല്ലേ. തന്നപ്പി 10ാം ക്ലാസ്സിലാ? തന്നാപ്പി 1ാം ക്ലാസ്സിലാണല്ലേ? LKG-ലല്ലേ? അപ്പൊ ഗൈസ് നമ്മൾ നാട്ടിലേക്ക് പോവാണ്. തന്നാപ്പി 1ാം ക്ലാസ്സിലാണ്, ഞാൻ +1-ലാണ്. ഞാൻ 1 തമാശ പറഞ്ഞതാണ്, സീരിയസ് ആക്കണ്ട അല്ലേ? അപ്പൊ ഗൈസ് നമ്മൾ വ്ലോഗ് ചെയ്യാണ് ഗൈസ്. അപ്പൊ ഇങ്ങനെ നാട്ടിൽ ഇങ്ങനെ കോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറെ ഇങ്ങനെ ഫോൺ വിളിക്കുന്നുണ്ട്, വീട്ടിൽ ഇങ്ങനെ ഫോൺ വിളിക്കുന്നുണ്ട്. എവിടെ എത്തിന്ന് അല്ലേ? സോങ്കാരാ എന്താ പറയും? അപ്പൊ ഗൈസ് ഞങ്ങക്ക് തനിക്കാകെ കൈമാറേണ്ടതാണ് ഈ മൈക്ക്. പറയൂ. അപ്പൊ ഗൈസ് എന്തൊക്കെയാണ് എല്ലാവർക്കും? അപ്പൊ എന്തൊക്കെയാ പറഞ്ഞാലും നമ്മൾ തന്നെ ആയി പോയില്ലേ. നമ്മൾ തന്നെ ആയി പോയില്ലേ ഗൈസ്? നമ്മൾ തന്നെ ആയി പോയി. എന്നാ മൈക്ക് തരൂല, ഇനി മൈക്ക് പൊട്ടിക്കാനല്ലേ? തന്നത്തെ ബോസ് ഗൈസ് കണ്ടേ ഗൈസ്. അപ്പൊ ഏതായാലും നമ്മള് കോഴിക്കോട് എത്താനായി. വയനാട്ട് എത്തി ഇറങ്ങാൻ. എപ്പിക്ക് ഇറങ്ങാം അല്ലേ? എന്താ പറയല്ലേ? അങ്ങനെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഗൈസ് ഇത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. പോലെ ആയാ അല്ലേ? അപ്പൊ ഗൈസ് മൈക്ക് ഞാൻ തരില്ല, മൈക്ക് പൊട്ടിക്കാനല്ലേ? മൈക്ക് കൊണ്ടായാലേ മൈക്ക് തരില്ല. ഓക്കെ ഗൈസ്, നമ്മങ്ങനെ വയനാട്ടിൽ എത്തി. ഇനി വയനാട്ടിൽ ഇറങ്ങാനെങ്കിൽ സമയം ഇറങ്ങും, അല്ലെങ്കിൽ ചിലപ്പം ഇറങ്ങാനൊക്കെ എൻഡിങ് ആവും. അപ്പോൾ ഗൈസ് വയനാട്ടിൽ എത്തി. മഴയാണ്, പുറത്ത് ഫുൾ മഴയാണ്. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുമോ ഉറപ്പൊന്നുമില്ല. അപ്പോൾ സമയം 5:30 6 മണി ആവണായി. നമ്മൾ നാട്ടിലെത്തുമ്പോൾ ഒരു 8 മണി 9 മണി 9 10 മണിയൊക്കെ ആവും വിചാരിക്കുന്നു. അമ്മ നാളത്തെ ഇവിടെ ഞങ്ങൾക്ക് അറിയില്ലേ? എൻ്റെ വീട് വൈതനങ്ങാടിയാ, കോഴിക്കോട് ജില്ലയിലെ നമ്മുടെ ലാമത്തക്കട വൈതനങ്ങാടിയാ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാണ്. ഇനി വയനാട്ടിൽ എത്തി, ഇനി അവിടെ ഇറങ്ങണം. നമ്മൾ വയനാട്ടിൽ എത്തിയിട്ട് നമ്മൾ ഇറങ്ങിയിട്ടേ ഇല്ല. നമ്മൾ കർണാടകയിൽ നമ്മൾ ഇറങ്ങിയിട്ടുള്ളൂ, അവിടെ പൂന്തോട്ടിൽ മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ. പിന്നെ നമ്മൾ ഫോറസ്റ്റിൽ കൂടി ഇങ്ങനെ പോയത്. അവിടുത്തെ കാഴ്ച അങ്ങനെ ഗൈസ് അടിപൊളി സ്പോട്ടാണ്. നമ്മൾ വയനാട്ടിൽ എത്തിയത്. വയനാട്ടിലല്ല, നമ്മളെ വയനാട്ടിൽ പോകുമ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നമ്മൾ നിലമ്പൂരിൽ കൂടി പോയി. നമ്മുടെ മാപ്പിൽ കൂടെ ഇട്ട് നിലമ്പൂരിൽ കൂടി പോയി നമ്മൾ നേരെ വയനാട്ടിലേക്ക് എത്തി. എത്തിയിട്ടില്ല. അപ്പൊ നമ്മള് വയനാട്ടിൽ ഇപ്പോഴും എത്തിയിട്ടില്ല. രാവിലെ പോയിട്ട് ഇന്ന് വരെ വയനാട്ടിലേക്ക് എത്തിയില്ല. വയനാട് ജില്ലയിലേക്ക് എത്തി. ഇനി വയനാട്ടിൽ ചുള്ളുമലക്ക് ഇറങ്ങുന്നുള്ളൂ. അപ്പൊ സമയം ഇറങ്ങും. അപ്പൊ അല്ലെങ്കിൽ നേരെ വീട്ടിലേക്ക് പോകും. അത് നമ്മൾ കർണാടകയിൽ പോയിട്ട് നമ്മൾ നേരെ അടിപൊളി സ്പോട്ടാണ്. അവിടെ കാട്ടിൽ കൂടെ അടിപൊളി കാഴ്ചയാണ്. അവിടെ മാനും അതുപോലെ തന്നെ ആനൊക്കെ ഉണ്ടാവും. ആന നമ്മൾ കണ്ടിട്ടില്ല. ആനനെ കണ്ടീന്, പക്ഷെ ഞാൻ കണ്ടില്ല. അപ്പൊ ഗൈസ് അടിപൊളി അല്ലേ ഗൈസ്? പാട്ട് വരൂ. അപ്പൊ ഗൈസ് അടിപൊളി കാഴ്ചയായിരുന്നു. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. ഹലോ ഗൈസ്, അപ്പൊ നമ്മളിങ്ങനെ വയനാട്ടിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വയനാട്ടിൽ ഇവിടെ ഇറങ്ങാൻ പോവുകയാണ്. കണ്ടില്ലേ കാഴ്ച? ഫുള്ള് മഞ്ഞാണ് കേട്ടോ. മഞ്ഞല്ല, മഴയാണ്. കുടയൊക്കെ ഉണ്ട് അവിടെ. മരുന്ന് കണ്ട് ഇപ്പൊ കാണില്ല, കുറച്ച് നേരം കാണിച്ചില്ല. അപ്പോൾ പറ്റേ കാഴ്ചകൾ കാണാത്തോ ഗൈസ്? അപ്പോൾ ഗൈസ് അങ്ങനെ പ്രത്യേകത്തെ കാഴ്ച കാണാം. നമ്മൾ വയനാട്ടിലെത്തി. വയനാട്ടിൽ നമ്മൾ ഇറങ്ങാൻ കഴിഞ്ഞിട്ടില്ല, നമ്മൾ കർണാടകയിലൊക്കെ ഇറങ്ങിയിട്ടുള്ളൂ. എല്ലാവരും നിങ്ങൾ സപ്പോർട്ട് ഉറപ്പ് ചെയ്യണം. ഇൻഷാല്ല അത്തിയുടെ വീഡിയോ കിട്ടുകാച്ചി വീഡിയോ ചെയ്യുക. ഇത് ഏതായാലും എനിക്കറിയാം, ഇത് ഇത്ര വീഡിയോ കണ്ടന്റ് ആയില്ല, എനിക്കറിയാം. ഇവിടുത്തെ വ്ളോഗ് ചെയ്യാത്തോ അടിപൊളി കിറ്ററിന് വ്ളോഗ് ചെയ്യുന്നതെന്നാണ്. അപ്പോൾ ഗൈസ് അവത്തെ വീഡിയോ കാണാം. ബൈ തനൂസ് വ്ളോഗർ. അപ്പോൾ തനൂസ് വ്ളോഗ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ. ഓക്കെ ഗൈസ്.